ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആണ്. രാവിലെ തന്നെ നമ്മുടെ അനീഷ് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോ സ്ഥിരമായിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് മുന്നേ അനീഷിന്റെ ഒരു അടി അത് നിർബന്ധമാണ്. ആ രീതിക്കാണ് ഇപ്പം വിഷയം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷും ടീമും എല്ലാം കിച്ചൺ ടീം ആയതുകൊണ്ട് അവര് കിച്ചണിൽ ഇരുന്ന് കുക്കിംഗ് ആയിരുന്നു. ആ സമയത്ത് അനീഷിന് അറിയാലോ, അനീഷ് ചുമ്മാ ഒന്നും കിട്ടിയില്ലല്ലോ, എന്തെങ്കിലും ഇരുന്ന് പിന്നെ ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിപ്പാണ് അനീഷിന്റെ പരിപാടി. അങ്ങനെ അനീഷ് കുക്കിങ്ങിന് ഇടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് ഷാനവാസ് വന്നിട്ട് പറഞ്ഞ് നിങ്ങളിങ്ങനെ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്ന തുപ്പൽ വീഴുന്ന ഫുഡ് ആൾക്കാരും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മിണ്ടായിരിക്കാൻ പറഞ്ഞു. അനീഷിന് അത് ഇഷ്ടപ്പെടില്ല. അനീഷ് പറഞ്ഞൊരു കാര്യം, നീ ഇതിപ്പം ഇരകോർത്തിരുന്നായിരുന്നു അനീഷ്, കിട്ടി ഷാനവാസെങ്കിൽ ഷാനവാസിനെ നെഞ്ചത്ത് കയറാന്ന്. അങ്ങനെ അവർ ഒന്ന് രണ്ടും പറഞ്ഞ് വിഷയമായി, സംസാരമായി, വേളായി, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ പാവം അക്ബർ അവിടെ ഇരിക്കായിരുന്നു. അക്ബർ കുക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അക്ബർ പറയും, ഷാനവാസ് നീ അധികം സംസാരിക്കൊന്നും വേണ്ട, നീയല്ല അവനെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയത്, പിന്നെ ആദ്യം സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നോ, അധികം സംസാരിക്കേണ്ട വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഷാനവാസ് പറഞ്ഞ്, പിന്നെ ഷാനവാസും അക്ബറുമായിട്ടായി. അത് ഏറ്റുപിടിച്ച് അനീഷിന്റെ കേസ് ഏറ്റുപിടിച്ചു വന്ന് അക്ബറും ഷാനവാസും അങ്ങനെ വിഷയം തുടങ്ങി. വൻ വിഷയമായിരുന്നത്. വൻ സംസാരം, ആടിയും കയ്യാങ്കളിയൊക്കെ ആവണുള്ള ഏകദേശം അതിന്റെ അടുത്തവരെയൊക്കെ എത്തിയായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ ഒണിയിൽ വന്നിട്ട് പറഞ്ഞ്, അതെ അക്ബറെ നീ സംസാരം നിർത്തിയിട്ട് പാചകം നിർത്തിയിട്ട് നീ പാചകം തുടങ്ങാൻ പറഞ്ഞ്. അത് അക്ബറിന് ഇഷ്ടപ്പെട്ടില്ല. അക്ബർ ഒന്നാമത് ദേഷ്യം പിടിച്ചിരിക്കുക. അക്ബർ പറഞ്ഞ്, അക്ബർ നമ്മുടെ ഒണിയിലിനെ ചീത്ത വിളിച്ച് പോടാ മൈ എന്ന രീതിക്ക് ഒരു ചീത്ത വിളിച്ചായിരുന്നു. അങ്ങനെ അത് വൻ വിഷയമായി കഴിഞ്ഞു. അപ്പോഴേക്കും അല്ലെങ്കിൽ അക്ബർ ആളിച്ചിരി ഒരു ടെമ്പേർഡാണ് ഇപ്പം നിലവിൽ. ഇച്ചിരി പ്രശ്നങ്ങളാണ്. അയാളിപ്പോൾ 3 കേസ് അടുപ്പിച്ചുണ്ടാക്കി. ഒന്നാമത്തെ കാര്യം, പണ്ട് അനുവിനെ ഇങ്ങനെ ഇത് കാണിച്ചിട്ട് നീ എനിക്ക് ഇത്രേ ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ രേണുസുതി സെപ്റ്റിക് ടാങ്കുമായിട്ട് ഉപമിച്ച കേസ്, അതാണ്ട് ഇപ്പൊ ഒരു മൈക്ക് കേസ്, ചീത്ത വിളിച്ച കേസ്, അങ്ങനെ ഒരു 3 കേസായിട്ടുണ്ട് ഇപ്പൊ അയാൾക്കെതിരെ. അയാൾ നല്ലൊരു ഗെയിമറൊക്കെയാണ്, പക്ഷെ സംടൈംസ് ഇറ്റ്സ് ഹാപ്പനിങ്. അതിനുശേഷം ഉണ്ടായിരുന്ന നമ്മുടെ അക്ബറിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അക്ബറിന്റെ അടിമയായിട്ടുള്ള ശരത്ത് വന്ന് ഇടപെടുമല്ലേ. അവരൊരു ടീമല്ലേ, ശരത്ത്, അക്ബർ, പിന്നെ ആര്യൻ, ഇവരൊക്കെ ഒരു ടീമാണല്ലേ. അപ്പൊ ഒരു ടീമായിട്ട് അവർക്ക് വെച്ചാൽ അവർ പറഞ്ഞ ഞങ്ങൾക്ക് ടീമൊന്നുമില്ലെന്ന് അവർ പറയുന്നത്. അങ്ങനെ ശരത്ത് ഒന്ന് പറഞ്ഞ് അത് അങ്ങനെ പറഞ്ഞൊക്കെ ഈ അക്ബറിനെ ന്യായീകരിക്കാൻ വന്നായിരുന്നു. അപ്പം ഷാനവാസ് പറഞ്ഞ്, അക്ബർ ഇത് നമ്മൾക്ക് അല്ല, ഷാനവാസ് ശരത്തിന് പറഞ്ഞ, ശരത്ത് ഇത് ബിഗ് ബോസ് എന്ന് പറയേണ്ട കേസല്ലേ, തെറി വിളിച്ച് ശരിയാണെന്ന് ചോദിച്ചു. അത് ശരത്തിനൊരു പണിയായി പോയി. ശരത്ത് ഇത് വലിയ തെറിയ വിളിച്ചു. അപ്പൊ അത് അതിനെ സപ്പോർട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ശരത്തിന്റെ സുഹൃത്താണ് അക്ബർ. അപ്പൊ ഷാനവാസ് ഒരു നല്ലൊരു വെപ്പാ വെച്ചു. ഷാനവാസ് പറഞ്ഞ ഇത് ബിഗ് ബോസിനെ ചോദിക്കേണ്ടതല്ലേ ശരത്തേന്ന് വെച്ച്. ശരത്തിനെ അവിടെ മിണ്ടാട്ടം മുട്ടിപ്പോയായിരുന്നു. അങ്ങനെ അതിനുശേഷം ഒനിയിലും ഷാനവാസും കൂടെ ചെന്നിട്ട് ബിഗ് ബോസിന് പറഞ്ഞു. ബിഗ് ബോസ് അവൻ ചീത്ത വിളിച്ച് അത് തെറ്റാണ്, അതായെന്നൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം നമ്മുടെ ഗിസേലാണെന്നുണ്ടെങ്കിൽ എൻ്റെ പോലും എനിക്കറിയാൻ പുള്ളിക്കാരി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഓവറാക്കിയാന്ന് തോന്നുന്നത്. ഈ വേറെ ആർക്കും അവിടെ ഡ്രസ്സോ മേക്കപ്പ് ഐറ്റംസോ ഒന്നും ഉപയോഗിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവരവിടെയൊക്കെ സാധനം ഒളിപ്പിച്ച് വെച്ചിട്ട് അതെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു മോശം പരിപാടിയാണ്. ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ആരും ഉപയോഗിക്കരുത്. അത് സത്യത്തിൽ ആ വീട്ടിലുള്ള ആരും നല്ല ശക്തമായിട്ട് എതിർക്കുന്നില്ല. അതാണ് അവരൊരു പോയിന്റ്. അവരും ഒക്കെ നേരത്തെ ഒന്നും പറയുന്നില്ല. ആകെ ബിഗ് ബോസ് വന്നിട്ട് പറയുന്നത്, മോളെ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ ശരി ബിഗ് ബോസ്. എന്നിട്ട് മറ്റേ സുരാജിന്റെ സ്കീം ഇങ്ങനെ ചിരിക്കുന്നൊരു ഇമോജി ഉണ്ടല്ലേ, ബിഗ് ബോസ് പറഞ്ഞ് തീരുമ്പോഴേക്കും തന്നെ ഗസയില് മേക്കപ്പ് എടുത്ത് ഇടുകയും ചെയ്യും. അപ്പൊ അതാരും ഇത്ര ദിവസം വന്നുകൊണ്ടിരുന്നത്. ഇത് ഇന്നും ലാസ്റ്റ് വാണിങ്ങിന് ശേഷം ഇപ്പോഴും വീണ്ടും അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരെ അങ്ങ് പറഞ്ഞു വിടണം. എന്തിനിങ്ങനെ തായം പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്തോ, വേറെ ആൾക്കാരില്ലേ, അവരെ വിടണം. ഇത്രയും ഇപ്പോഴും ബ്രേക്കേഴ്സ് സ്ഥിതിക്ക് ഇനി അവരെ അവിടെ നിർത്തേണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയത്. കാര്യം അവര് അവിടെ അർഹിക്കുന്നില്ല. പുതിയ ആൾക്കാർ വരട്ടെ, വയൽക്കാട് പുതിയ ആൾക്കാർ വരട്ടെ, അവർ നോക്കട്ടെ. ഇവിടെ ആൾക്കാർക്ക് ക്ഷാമമൊന്നുമില്ലല്ലേ. അപ്പൊ അത്രയാണ് ഇന്നത്തെ കാര്യം. പിന്നെ ചെറിയ അലറ അടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ മിഡ് വീക്ക് എവിക്ഷന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ളവർക്ക് മിഡ് വീക്ക് എവിക്ഷൻ എന്ന സംഭവം നിർത്തി വെച്ചിട്ട് ഇപ്പം വേറൊരു സ്കീമിലോട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം മിഡ് വീക്ക് എവിക്ഷനുള്ള 6 പേർക്ക് പകരക്കാർ ഒരു ഗെയിം കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 2 പേരെ തിരഞ്ഞെടുക്കാം. അവർ ഒരു കോയിൻ ചെളിക്കകത്ത് പോയി ഒരു കോയിൻ കളക്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആള് സേവ് ആവുന്ന സംഭവമുണ്ട്. അപ്പം 4 പേരെ സേവ് ആവത്തുള്ളൂ. 2 പേരെന്തായാലും ഒരു അതായത് എവിക്ഷന് പോകത്തില്ല, പകരം ഒരു ഡാർക്ക് റൂം എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട് ഇത്തവണ. അതായത്
ഒരു ബോക്സ്, ഒരു റൂമിനകത്ത് ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. അവർ പുറത്ത് അവരെ അതിനകത്തോട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരുവിധ ആക്സസും ഇല്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത രീതിയായി മാറും. പണ്ട് നമ്മളെ സീക്രട്ട് റൂമിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അവരെന്താ ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിച്ചു. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. ഒരു റൂം, ഒരു ലൈറ്റ്, അങ്ങനെ ഇരിക്കുക. അതൊരു വല്ലാത്തൊരു ടോർച്ചർ ആയിരിക്കും സത്യത്തിൽ അവർക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതൊരു നൈസ് പരിപാടിയാണ്. ഈ ഗിസേലിനൊക്കെ അവിടെ കൊണ്ട് കിടന്നു 3-4 ദിവസത്തേക്ക്. അപ്പോൾ ഇത്രയാണ് വിഷയങ്ങൾ. ഇനി ബാക്കി കാര്യങ്ങൾ, ഈ ഗെയിമിന്റെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതൊക്കെ ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.